മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ സാധിച്ചാൽ 1000 നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും. എൻ്റെ പേര് ആര്യ, ഞാൻ മണിമലയിൽ നിന്ന് വരുന്നു. 2020 മുതലുള്ള സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആദ്യമായി ഞാൻ പാസ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആദ്യം ഇവിടെയാണ് എത്തിയത്. പാസ്പോർട്ട് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ അമ്മ ഇവിടെ വർഷങ്ങളായി ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ അമ്മ ആണ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. സോ പാസ്പോർട്ട് കിട്ടിയതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാനിവിടെ എത്തി. സോ ആ സമയത്ത് ഞാൻ എൻ്റെ PG കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. PG കഴിഞ്ഞിട്ട് അധികം ആയില്ല, പാസ് ഔട്ട് ആയതേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ആ സമയം ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പാസ്പോർട്ട് എനിക്ക് വന്നത് ഐ തിങ്ക് നവംബറിലാണ്. എനിക്ക് നെക്സ്റ്റ് ജനുവരിയിൽ തന്നെ മാൽദീവ്സിൽ അവിടുത്തെ ഗവൺമെൻറ് സർവീസിൽ ടീച്ചറായിട്ട് ജോലി കിട്ടി. അതിൻ്റെ മിറക്കിൾ പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നോർമലി ഒരു ഏജൻസി വഴിയാണ് അവിടെ ജോലി കിട്ടാറ്. ആൻഡ് അതിൻ്റെ സർവീസ് ചാർജ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. സോ ആ സമയത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അത് കൊടുക്കാനോ അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും എനിക്കാരും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ഇടപെടൽ എന്ന് തന്നെ പറയണം. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ അവർ സർവീസ് ചാർജ് ഒന്നും കൂടാതെ മിനിസ്ട്രി ഡയറക്റ്റായിട്ട് അവിടെ അപ്പോയിൻറ്റ് ചെയ്തു. ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. സോ എനിക്ക് 1 രൂപ പോലും ചിലവില്ലാതെയാണ് ഞാൻ ജോലിക്ക് കയറിയത്. സാധാരണ ഒരു 2 ലക്ഷം രൂപയോളം അടുത്താണ് ഒരു കാൻഡിഡേറ്റ് അവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കലും ജോലി കിട്ടില്ലായിരുന്നു. അമ്മ ഇടപെട്ട് എനിക്ക് ആ ലോയിൽ തന്നെ ഒരു മാറ്റം വരുത്തി എനിക്ക് ആ ജോലി കിട്ടി. അതിനുശേഷം ആ ലോ തന്നെ അവിടുന്ന് ചേഞ്ചായി. തുടർന്ന് ഒരു ബാച്ചും ആ രീതിയിൽ അവിടേക്ക് പോയിട്ടില്ല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് പ്ലേസ്മെൻറ്റ്, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും ആ കൺട്രിയിലെ ഏത് ഭാഗത്താണ് നമ്മുടെ ജോലി എന്ന് നമ്മൾ അറിയുന്നത്. മാൽദീവ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. സോ എനിക്ക് ആ ടൈമിൽ ഒരു 24 ഇയേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതും. സോ അതിൻ്റെതായ എക്സ്പീരിയൻസേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവിടെ ചെന്നതിന് ശേഷമാണ് ഐലൻഡിലൊക്കെ ഉള്ളൊരു ലൈഫ് കുറച്ച് മിസറബിൾ ആയിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞത്. മറ്റൊരു മാതാവിൻ്റെ ഇടപെടൽ എന്ന് വെച്ചാൽ, എനിക്ക് കിട്ടിയത് ക്യാപിറ്റൽ സോണിൽ തന്നെയാണ് എൻ്റെ പ്ലേസ്മെൻറ്റ് കിട്ടിയത്. അതിലും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേര് വന്ന സ്കൂളിൽ നമ്മൾ അവിടെ ചെല്ലുമ്പം ഇന്ന സ്കൂളിലേക്കാണ് ഇന്ന ആൾക്കുള്ള അപ്രൂവൽ അല്ലെ അപ്പോയിൻമെൻറ്റ് എന്ന് പറയും. അപ്പം എൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ സ്കൂളുണ്ടായിരുന്നു. നമ്മൾ ആ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ആക്ച്വലി ഇങ്ങനൊരു വേക്കൻസി ഇല്ല, എന്തുകൊണ്ടാണ് നിന്നെ അവർ ഇങ്ങോട്ടേക്ക് വിട്ടതെന്ന് അറിയില്ല, ഇവിടെ ഇങ്ങനൊരു വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരെന്നോട് ചോദിച്ചു, ഇന്ന സബ്ജക്റ്റ് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. എന്നെ അവരവിടെ അപ്പോയിൻറ്റ് ചെയ്തു. അത് മറ്റൊരു മിറക്കിൾ. വേക്കൻസി ഇല്ലാത്തടത്ത് അമ്മ ഇടപെട്ട് ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെ എനിക്കമ്മ ജോലി തന്നു. പിന്നെ മൂന്നാമത്തെ കാര്യവും എൻ്റെ ജോലി മേഖലയിൽ തന്നെയാണ്. അവിടെ വർക്ക് ചെയ്ത് ഏതാനും വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ട്രാൻസ്ഫർ വന്നു എന്ന് പറയുമ്പം അത് അവിടുത്തെ ഒരു ലോക്കൽ നമ്മുടെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്താൽ അവിടെയുള്ള ഒരു എക്സ്പാട്രിയേറ്റിനെ മാറ്റിയിട്ട് ആ പോസ്റ്റ് അവർക്ക് കൊടുക്കുകയാണ് പതിവ്. സോ എൻ്റെ പോസ്റ്റിലേക്ക് ഒരു ആപ്ലിക്കേഷൻ വന്നു. എൻ്റെ ട്രാൻസ്ഫർ ലെറ്റർ അടിച്ചെൻ്റെ കയ്യിലേക്ക് തന്നു എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ. അതൊരു ഐലൻഡിലാണ്. എനിക്ക് ആ ട്രാൻസ്ഫർ എന്ന് കേട്ടപ്പോൾ തന്നെ ഓഫ് കോഴ്സ് ബോഡി ഷിവർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് പേടിയായിരുന്നു പോകാനായിട്ട്. ആ ട്രാൻസ്ഫർ ക്യാൻസലായി. വീണ്ടും ആ സ്കൂളിൽ തന്നെ തുടരാൻ അമ്മ എന്നെ അനുവദിച്ചു. കാരണം ഓരോ തവണയും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഞാൻ അമ്മ മാതാവിനെ തന്നെയാണ് മുറുകെ പിടിച്ചിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഓരോ താഴ്ചകൾ വരുമ്പോഴും ഒരു തവണ പോലും എനിക്ക് തള്ളിപ്പറയാൻ തോന്നിയിട്ടില്ല. കൂടുതൽ ശക്തമായി മാതാവിനെ മുറുകെ പിടിക്കാനേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോഴൊക്കെ അമ്മ എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മാരേജ് ആയിരുന്നു. ഒരു മാരേജിനെ കുറിച്ച് ചിന്തിച്ചിരുന്ന ഒരു ടൈമിലല്ല എനിക്ക് ഒരു പ്രപ്പോസൽ വന്നത്. സിറ്റുവേഷൻ, കുടുംബത്തിലെ സാഹചര്യം വെച്ച് ആ സമയം വിവാഹം കഴിക്കാൻ പറ്റിയിരുന്നില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നുമില്ല. അപ്പം അതിനുള്ള സാമ്പത്തിക ക്രമീകരണമാണ് മാതാവ് എനിക്ക് അത്ഭുതകരമായി നടത്തി തന്നത്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ മാരേജ്. സോ ആ സമയത്ത് വിവാഹത്തിനുള്ള ചിലവുകൾ, മറ്റ് ആവശ്യങ്ങൾ. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ തന്നെ അവരെന്നെ ഒരു ചിട്ടിയിൽ എന്നോട് പറഞ്ഞു, ഒരു ചിട്ടിയിൽ 20 മാസം കൊണ്ട് അടച്ചാൽ മതി, ആ എമൗണ്ട് അവർ തുടക്കത്തിൽ തരികയും ചെയ്യും. അവരുടെ റിലേറ്റീവിൻ്റെ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്കീമായിരുന്നു അത്. എന്തോ ആ അമ്മയ്ക്ക് എന്നോട് അങ്ങനെ പറയാൻ തോന്നി. ആ ഒരു എമൗണ്ട് എനിക്ക് കിട്ടി. എൻ്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടന്നു. എനിക്ക് 1 രൂപ പോലും കടമില്ലായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ എൻ്റെ മാതാപിതാക്കൾക്ക് നോക്കിയാൽ മതിയായിരുന്നു. സോ വിവാഹം ഞാൻ അർഹിക്കുന്നതിലും അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ഭംഗിയായി നടന്നു. നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടി. അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളാണ്.
അതുപോലെ തന്നെ പിന്നീട് ഞാൻ ക്യാരിയിങ് ആയ അവസരത്തിൽ 3-ാമത്തെ മാസം എൻ്റെ യൂട്രസ് റിട്രോവേറ്റഡ് യൂട്രസ് ആണ്. സോ കുറച്ച് സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും വന്നപ്പോഴത്തേക്ക് എനിക്ക് യൂറിനറി റിട്ടൻഷൻ ഉണ്ടായി. അതായത് സ്വാഭാവികമായി എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി ഓരോ തവണയും ട്യൂബ് ഇട്ടിട്ട് വേണമായിരുന്നു യൂറിൻ കളയേണ്ടത്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്യൂബ് ഇട്ട് യൂറിൻ കളയുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അഡ്മിറ്റ് ആയിക്കോ, ഒരാഴ്ചത്തോളം അഡ്മിറ്റ് ആയിക്കോ, ഒബ്സർവേഷനിലൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. 2 തവണ ട്യൂബ് ഇട്ട് കളഞ്ഞു. പക്ഷേ 3-ാമത്തെ തവണ മുതൽ എനിക്ക് സ്വാഭാവികമായി തന്നെ യൂറിൻ പാസ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട്, ഇങ്ങനത്തെ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അത് അമ്മ എനിക്ക് പരിഹരിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ് കാര്യങ്ങളിലാണേലും ഞങ്ങൾക്ക് ഒരു ഫാർമസി ഓപ്പൺ ചെയ്യണമായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊരു സ്പോൺസറിനെ നമ്മൾ ഫാർമസി നമ്മുടെ ഓണർഷിപ്പിലാണെങ്കിലും അതിനൊരു സ്പോൺസർ വേണമായിരുന്നു. സോ ഞങ്ങൾക്കൊരു നല്ല വ്യക്തിയെ തന്നെ അമ്മ ആ അവസാന നിമിഷം ഞങ്ങൾക്കൊരു നല്ല സ്പോൺസറിനെ കൊണ്ട് തന്നു. അതുപോലെ തന്നെ ഫാർമസി ഓപ്പൺ ചെയ്യണമെങ്കിൽ തന്നെ അപ്രൂവൽ ആവശ്യമാണ് ഗവൺമെൻറ്റിൻ്റെ. ആ അപ്രൂവലും ഞങ്ങൾക്ക് അധികം വൈകാതെ തന്നെ, സാധാരണ ആളുകൾക്കൊക്കെ കുറച്ച് സമയം കൂടുതൽ എടുക്കുമെങ്കിലും ഞങ്ങൾക്ക് വളരെ വേഗം തന്നെ ഞങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാതെ അമ്മ മാതാവ് എത്രയും പെട്ടെന്ന് തന്നെ അതിനെല്ലാം അമ്മ ക്രമീകരിച്ച് തന്നു. അതുപോലെ അമ്മയുടെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വന്ന മാറ്റം എന്തെന്ന് പറഞ്ഞാൽ വിശ്വാസം ഒരുപാട് വർദ്ധിച്ചു. ഈവൻ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ നടക്കാതെ പോയാൽ പോലും നമുക്കൊരിക്കലും ദൈവത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ദൈവം ഇല്ലയെന്ന് പറയാനോ പ്രാർത്ഥന മുടക്കാനോ നമുക്ക് തോന്നാറില്ല. ഒരു കാര്യം നടന്നില്ലെങ്കിൽ അതിലും നല്ലതായി മറ്റൊരു കാര്യം നമുക്ക് നടത്തി തരും, അല്ലെങ്കിൽ ഇതിലും മികച്ചത് നമുക്ക് മാതാവ് തരും എന്നൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് മാൽദീവ്സിലൊന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം അതൊരു മുസ്ലിം കൺട്രിയാണ്. എനിക്ക് വേണ്ടി എൻ്റെ അമ്മയാണ് കാര്യങ്ങൾ ഇവിടെ ചെയ്യാറ്. ഓർഫനേജിൽ ഫുഡ് കൊടുക്കുന്നതാണേലും പത്രം കൊടുക്കുന്നതാണേലും അതുപോലെ പള്ളിയിൽ വരാനുള്ള ആളുകൾക്ക് പൈസ കൊടുക്കുന്നതാണേലും അമ്മയാണ് കൂടുതലും നീഡ്ഫുള്ളായിട്ടുള്ള ആളുകളെ കണ്ടെത്തി എന്നോട് പറയും, ഇന്നവർക്ക് ഇന്ന ആവശ്യമുണ്ട്, ഇത് ചെയ്തു കൊടുക്കുന്നത് എൻ്റെ അമ്മ എന്നോട് പറയാറുണ്ട്. സോ ഞാൻ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കും, അമ്മ അത് ചെയ്യും. അതുപോലെ ആത്മീയമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുമ്പം ഞാൻ ബൈബിള് വായിക്കാറുണ്ട്. ഞാനൊരു 3 times അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെയിലി വായിക്കും. പിന്നെ ബൈബിൾ റീഡിങ് ഗ്രൂപ്പുകളിലുണ്ട്. അതിൽ ഇപ്പം സൂം വഴി നമുക്ക് ഓരോരുത്തർക്കും ടേൺ കിട്ടും, ഇന്ന അധ്യായങ്ങൾ വായിക്കാനായിട്ട്. അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ കൊന്ത ചൊല്ലാറുണ്ട്, ഉടമ്പടി ധ്യാനം കൂടാറുണ്ട്. മുഴുവനായിട്ട് എനിക്ക് ഒരേ സമയം ഇരുന്ന് കൂടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ കുറേശ്ശെയായിട്ടാണ് കൂടുന്നത്. അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ രാവിലെ, എനിക്ക് സ്കൂൾ ടൈം 6:45 ആണ് രാവിലെ. സോ എനിക്ക് എന്തായാലും രാവിലെ എഴുന്നേക്കാൻ പറ്റും. ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രെയർ ചൊല്ലാറുണ്ട്. സോ ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി. ഇത് കൂടാതെ തന്നെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ബ്രദറിനും ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവർ സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചു. അമ്മയ്ക്കും കുമാരനും ഒരുപാട് നന്ദി. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 33-ാം അധ്യായം 3-ാം വചനമാണിത്. പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലൂടെ ദൈവത്തെ സമീപിക്കാൻ ഉടമ്പടി ജീവിതം നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദൈവത്തോട് തുറന്ന് സംസാരിക്കുമ്പോൾ ഈശോയും അമ്മയും നിശബ്ദരായിരിക്കുന്നില്ല. സത്യസന്ധമായി നാം വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഈശോയും അമ്മയും നമ്മുടെ കരം പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടുകയാണ്. ആര്യ രാമഭദ്രൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ നാം കാണുന്നതും ഇത് തന്നെയാണ്. കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു ഈശോയും ഒരു അമ്മയും ഈ മകളുടെ കൂടെ നിൽക്കുന്നതാണ്. ഈ മകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ലോ പോലും ചേഞ്ച് ചെയ്ത് മകൾക്കൊരു ജോലി മാലദ്വീപിൽ കിട്ടിയത്. പിന്നീട് ക്യാപിറ്റൽ സോണിൽ കിട്ടിയ ജോലിയും അതെല്ലാം ഈശോയും അമ്മയും ക്രമീകരിച്ച് തന്നതാണിട്ടാണ് ഈ മകൾ നമ്മളോട് ഷെയർ ചെയ്തത്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്താണ് വിവാഹം ആലോചിച്ചിരുന്നത്. ആ സമയത്തും ചിട്ടിയുടെ രൂപത്തിലാണ് ഒരു വലിയൊരു തുകയായി ഈ മകൾക്ക്
സാമ്പത്തികമായി ഈശോയും അമ്മയും ഇടപെട്ട് മകളുടെ വിവാഹ കാര്യങ്ങളെല്ലാം നടത്തി കൊടുത്തത്. പിന്നീടുണ്ടായിരുന്ന രോഗസൗഖ്യമാണ് കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി പീരീഡിലുണ്ടായിരുന്ന യൂറിനറി റിട്ടൻഷൻ പ്രശ്നവും ഈശോയും അമ്മയും കൂടെ എത്രയും പെട്ടെന്ന് ഈ മകൾക്ക് രോഗസൗഖ്യം നൽകി സൗഖ്യപ്പെടുത്തിയതായിട്ടാണ് ഈ മകൾ ഷെയർ ചെയ്തത്. പിന്നീട് കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു വരുമാനത്തിനായിട്ട് ഒരു ഫാർമസി തുടങ്ങുവാനായി പ്രാർത്ഥിച്ചിരുന്നു. അതും ഈശോയും അമ്മയും ഒരു നല്ലൊരു സ്കോളർഷിപ്പ് ക്രമീകരിച്ചു കൊടുത്ത് ഈ കുടുംബത്തെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. മകൾ പറഞ്ഞു, താമസിച്ചാലും വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹമെന്ന്. ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത് കാണുമ്പോൾ നമ്മൾക്ക് ഒന്നും നമ്മുടെ വിശ്വാസത്തിൽ ഒതുങ്ങുന്നതല്ല. കാരണം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ക്രമീകരിച്ച് തരുന്നതാണ്. ഈ മകളുടെ ജീവിതത്തിൽ മകൾ പോലും ഓർക്കാത്ത രീതിയിലാണ് അമ്മ ഓരോ കാര്യങ്ങളും ട്രാൻസ്ഫർ ആയ കാര്യങ്ങൾ പേപ്പർ പോലും മാറ്റിമറിച്ച് കൊടുത്തത്. എല്ലാം ഈശോയും അമ്മയും അങ്ങ് ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാം ക്രമീകരിച്ച് കൊടുക്കുന്ന ഒരമ്മയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം, ദൈവത്തെ വിശ്വാസത്തോടെ വിളിക്കാം. അമ്മയും ഈശോയും നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രത്യാശയും വഴിയും വെളിപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആര്യ രാമഭദ്രനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.